ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈര്യലേപനം എന്താണെന്ന് കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ സൈര്യലേപനം വഴി എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലത്തീൻ ഭാഷയിൽ ബലപ്പെടുത്തൽ, ദൃഢീകരണം എന്നിങ്ങനെ അർത്ഥമുള്ള കൊൺഫീർമാസിയോ എന്ന പദത്തിൽ നിന്നാണ് കൺഫർമേഷൻ എന്ന പദം ഉണ്ടായത്. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണം എന്നാണ് അർത്ഥം. അതായത് മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രസാദപരം, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ് സൈര്യലേപനം. ഇനി എങ്ങനെയാണ് സൈര്യലേപനം പരികർമ്മം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ലത്തീൻ ക്രമം അനുസരിച്ച് സാധാരണയായി മെത്രാനാണ് ഈ കൂദാശ പരികർമ്മം ചെയ്യുന്നത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ മെത്രാന് വൈദികർക്കും ഈ കൂദാശ നൽകാനായിട്ട് അനുവാദം കൊടുക്കാറുണ്ട്. മരണാസന്നനായ ഒരാൾക്ക് ഏതൊരു പുരോഹിതനും സൈര്യലേപനം നൽകാൻ കഴിയും. വിശുദ്ധ കുർബാന മധ്യേയാണ് സൈര്യലേപനം നൽകപ്പെടുന്നത്. 3 അടയാളങ്ങളിലൂടെയാണ് ഈ കൂദാശ നൽകുന്നത്. പിതാവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിക്കുക എന്ന പ്രാർത്ഥന ചൊല്ലിയും, നെറ്റിയിൽ പ്രതിഷ്ഠാതൈലം പൂശിയും, കൈവെപ്പ് ശുശ്രൂഷ വഴിയുമാണ് ഇത് പൂർത്തീകരിക്കുന്നത്. ഇത് ദൃശ്യമായ അടയാളമാണെങ്കിൽ ആ സമയത്ത് അദൃശ്യനായ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിറയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ഒരു മായാത്ത മുദ്ര ആ വ്യക്തിയിൽ പതിക്കപ്പെടുന്നു. ഇതൊരിക്കൽ മാത്രം സ്വീകരിക്കപ്പെടേണ്ട കൂദാശയാണ്. ഇതുവഴി ദൈവവും ആ വ്യക്തിയുമായി ഒരു ഉടമ്പടിയിലാകുന്നു. മാമോദീസായിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിയെങ്കിൽ ആ ദൈവപുത്ര സ്ഥാനം എന്നേക്കും നിലനിർത്താനും യേശുവിന് സാക്ഷിയായി ജീവിക്കുവാനുമുള്ള ഒരു ഉടമ്പടിയിലാണ് ദൈവവും ആ വ്യക്തിയും പങ്കുചേരുന്നത്. ഈ ഉടമ്പടിയെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥം, അതായത് യൂക്കാറ്റ്, പറയുന്നത് ഇപ്രകാരമാണ്: സൈര്യലേപന സ്വീകരണ സമയത്ത് സ്വീകരിക്കുന്ന ആൾ ഇപ്രകാരം പറയുന്നു: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ. അങ്ങനെ ഞാൻ മുഴുവനായി അങ്ങയുടേതാകട്ടെ. ഒരിക്കലും അങ്ങിൽ നിന്ന് വേർപെടാതിരിക്കട്ടെ. ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് സാക്ഷ്യം നൽകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ആ ആൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവം ഇപ്രകാരം പറയും: എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ ആത്മാവിനെ നിനക്ക് ഞാൻ തരുന്നു. ഞാൻ മുഴുവനായി നിൻ്റേതായിരിക്കും. ഞാൻ ഒരിക്കലും നിന്നിൽ നിന്ന് വേർപെടുകയില്ല. നീ എന്നെ മറന്നാലും നല്ല ദിവസങ്ങളിലും ചീത്ത ദിവസങ്ങളിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ആ ഉടമ്പടിയിലൂടെ സംഭവിക്കുക. അതായത് സൈര്യലേപനം വഴി ആ വ്യക്തിയും ദൈവവുമായിട്ട് ഒന്നാകുന്നു. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയായി അയാൾ മാറുന്നു. ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന വ്യക്തി എപ്രകാരമായിരിക്കും ചിന്തിക്കുക എന്നാലോചിച്ച് നോക്കിയേ. അയാൾക്ക് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹമായിരിക്കും എപ്പോഴും ഉള്ളത്. പ്രിയപ്പെട്ട മക്കളെ, യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താ? യേശുവിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ ഈശോ വ്യക്തമാക്കി തന്നു. ആ പ്രാർത്ഥന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. അതായത് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വരണം. നമ്മുടെ അപ്പനെയും അമ്മയെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അവരുടെ അടുത്ത് ചെന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തെങ്കിലും കഴിക്കാൻ വേണം, അല്ല എനിക്ക് എന്തെങ്കിലും ഉടുപ്പോ അല്ല എന്തെങ്കിലും കാര്യം വേണമെന്ന് പറയാനായിട്ട് നമുക്കൊരു പേടിയില്ല. നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ അപ്പൻ്റെയും അമ്മയുടെ അടുത്ത് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും, അല്ലേ? അവർ നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് അവർ തരാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തരുന്നത്. അപ്പം അത്ര വലിയൊരു സ്നേഹമാണ് നമുക്ക് നമ്മുടെ അപ്പനോടും അമ്മയോടും ഉള്ളതെങ്കിൽ, ഈ അപ്പനേക്കാളും അമ്മയെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മുടെ അപ്പനെ അമ്മയെപ്പോലെ കണ്ട് സ്നേഹിച്ച് ദൈവത്തെ വിളിക്കണമെന്നുള്ളതാണ്
ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ ദൈവത്തിൻ്റെ അടുത്ത്? എൻ്റെ ഒരു പിതാവാണെന്നുള്ള ഒരു സ്വാതന്ത്ര്യം, അതോ ഞാനൊരു ഭയത്തോടെയാണോ ദൈവത്തെ കാണുന്നത് എന്നൊന്ന് ചിന്തിക്കുക. മക്കളെ, നമുക്കൊരു പിതാവെന്നുള്ള രീതിയിൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. റോമർ 8:15 തിരുവചനം. അതായത് ദൈവാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് ഒരു സ്വാതന്ത്ര്യത്തോടെ ചെന്ന് നിൽക്കാനായിട്ട് സാധിക്കുക. അതായത് എന്തെങ്കിലും ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഓടി നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ അതിനും അപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ദൈവാത്മാവ് നമ്മിൽ നിറയുമ്പോൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ചില ആൾക്കാരെ മക്കൾ കണ്ടിട്ടില്ലേ, എന്ത് പ്രയാസം വന്നാലും അവർ ഓടി പള്ളിയിൽ ചെല്ലും, ആരാധനയുടെ മുമ്പിലിരിക്കും, അവർ നന്നായിട്ട് പ്രാർത്ഥിക്കും. കാരണം അവരുടെ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, ആ അപ്പൻ എല്ലാ കാര്യങ്ങളും തരാൻ തയ്യാറായിട്ടുള്ളവനാണെന്നുള്ള ബോധ്യത്തിലാണ് അവർ ചെല്ലുന്നത്. മക്കളെ, സൈര്യലേപനം വഴി ഈ ആത്മാവിനെയാണ് നമുക്ക് കിട്ടുന്നത്. ആ ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അപ്പനെന്നുള്ള ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ ദൈവവുമായിട്ട് ഒന്നാകുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗിഫ്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഗിഫ്റ്റ്. ആത്മാവിൻ്റെ വലിയ നിറവിലേക്ക് നമ്മെ നയിക്കുമ്പോൾ നമുക്ക് ദൈവം അപ്പനായിട്ട്, സ്നേഹവാനായൊരു പിതാവായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ മക്കൾ നന്നായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നന്നായിട്ട് ഒരുങ്ങണം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ അഭിഷേകവും നടത്തിപ്പും ഒരു പുതിയ ചൈതന്യം നമ്മളിൽ ലഭിക്കുകയും ചെയ്യും. അതിനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.